വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ അതിപ്രശസ്തനായ കഥാകൃത്താണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ലാളിത്യവും സ്വാഭാവികതയുമാണ് ബഷീർ രചനകളുടെ സവിശേഷത. കഥയും കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ ഏറെ ഇടം നേടിയവയാണ്. വായിച്ചറിഞ്ഞ ചില കഥാപാത്രങ്ങളുടെ രൂപരേഖ ലഘു കുറിപ്പോടെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സശ്രദ്ധം വീക്ഷിക്കുമല്ലോ. ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിനപ്പുറം കഥാപാത്രമായും ബഷീറിൻ്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട്. പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരിയാണ് പാത്തുമ്മ. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പക്ക് കെട്ടിച്ച് കൊടുക്കേണ്ടി വരികയാണ്. സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് സാറാമ്മ. കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് പ്രേമലേഖനം എന്ന കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആനവാരി രാമൻ നായർ. ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെ. അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി. എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിലെന്തു നടന്നാലും അതിൻ്റെ ആള് ഞമ്മളാണ് എന്നവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു. സൈനബ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികാ കഥാപാത്രമാണ് സൈനബ. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സൈനബ. സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ്. മജീദ്. ബാല്യകാല സഖി എന്ന നോവലിലെ നായകൻ. ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്.
വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണ് മജീദിൻ്റേത്. പൊൻകുരിശ് തോമ. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത്. മണ്ടൻ മുത്തപ്പ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം. സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച മുത്തപ്പക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി. വശ്യമനോഹരമായ രചനകളിലൂടെ വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിൽ കുടികൊണ്ട വിവിധ കഥാപാത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ബഷീറിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അദ്ദേഹത്തിൻ്റെ രചനകളെടുത്ത് വായിച്ച് മനസ്സിലാക്കുമല്ലോ. വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.